വിജയ്, നമ്മുടെ നാട്ടിൽ ഈ ശരീഅത്ത് നിയമം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? മിക്കവാറും രാഷ്ട്രീയക്കാർക്ക് എല്ലാം വിരലില്ലാതാവും. അതെ, ഇവിടെ എല്ലാവരും പറയുന്നതല്ലേ, അവരൊക്കെ പറയുന്നതാണ് ശരീഅത്ത് നിയമം വരണം, ശരീഅത്ത് നിയമം വരണം. ആരാ പറയുന്നത്? സുഡാപ്പികൾ, സുഡാപ്പീസാണ്. പിന്നെ കമ്മികൾ മൗനാനുവാദം നൽകുന്നു. കമ്മികൾ പറയുന്നില്ല, പക്ഷെ കമ്മികൾ ഇവര് പറയുമ്പോൾ മിണ്ടാതിരിക്കും. അതൊരു മൗനാനുവാദമാണല്ലോ. അപ്പോ ഇതിപ്പോ ചോദിക്കാൻ കാര്യം എന്താണെന്നറിയാമോ? അതിനൊരു കാരണമുണ്ട്. ഈ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ സമയത്ത് തിരിച്ച് അള്ളാഹു മിത്താണെന്ന് പറയാൻ ധൈര്യം ഉണ്ടോ എന്ന് ഷംസീറിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഗോവിന്ദൻ മാസ്റ്ററിന് മറുപടി വന്ന്, അത് വേറെ കൺസെപ്റ്റ് അല്ലേ, ഏകദൈവവും ഇത് ബഹുദൈവവും അല്ലേ, ഏകദൈവവും മിത്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു ചിരിയാണ്, ഇങ്ങനെ വിരിഞ്ഞങ്ങ് വരും. അപ്പൊ അതുപോലത്തെ ഒരു ചിരി ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് എപ്പോഴും അവര് പറയുമ്പോ മൗനാനുവാദം മാത്രമേ ഉള്ളൂ. ആദ്യം എന്തോ പറയില്ല, എന്താണ് അവരിട്ട നിങ്ങളിടുമ്പോ ബർമുഡ, നമ്മളിട്ട അല്ല, അവരിടുമ്പോ നിക്കറ്, വള്ളി നിക്കറ്, നമ്മളിട്ടാ ബർമുഡ എന്ന് പറയും. അത് നമ്മൾ പറയണ വേറെ സമയം, പക്ഷെ ഇവരങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത്. അവിടെ എത്തുമ്പോ ഒരു സോഫ്റ്റ് കോർണറാണ്. അപ്പൊ ഇപ്പോ ഇവരുടെയൊക്കെ എന്താ പറയാ, ഇഷ്ട നിയമമായിട്ടുള്ള ശരീഅത്ത് നിയമപ്രകാരം മോഷണക്കുറ്റത്തിന് ഇറാനിൽ എന്താ പറയാ 3 പേരുടെ കൈവിരലുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇറാനിലാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇറാനിലെ ശരീഅത്ത് നിയമപ്രകാരം 3 പേരുടെ കൈവിരലുകൾ മുറിച്ചു മാറ്റി. ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ ആലോചിച്ചത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഭൂരിഭാഗം പേർക്കും കൈവിരൽ ഉണ്ടാവില്ലേ? രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകിച്ച് ഉണ്ടാവില്ല. മോഷണ കുറ്റവും അഴിമതിയൊക്കെ ആണെങ്കിൽ ഇവർക്കൊക്കെ കയ്യോ തലയോ ഇല്ലാത്ത ഒരു കാലഘട്ടമായിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റേ ശ്രീനിവാസന്റെ സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് മമ്മൂട്ടി അതിനകത്ത് ക്രിമിനലാണ്, ഡോണാണ്. അപ്പൊ മമ്മൂട്ടി പറയും, എനിക്ക് തമാശ പറയുന്നത് ഇഷ്ടമല്ല, തമാശ പറഞ്ഞാൽ ഞാൻ കൈവെട്ടും. അപ്പൊ ശ്രീനിവാസൻ 2 തമാശ പറഞ്ഞാൽ 2 കൈവെട്ടും. അപ്പം ശ്രീനിവാസൻ ചോദിക്കും, 3ാമത് തമാശ പറഞ്ഞാൽ കൈ വേറെ കൊണ്ടുവന്നിട്ട് വെട്ടുമെന്ന് ചോദിക്കും. അതുപോലെ ഇവർക്ക് ഈ രാഷ്ട്രീയക്കാർക്ക് ഇനി അവസാനം വെട്ടാൻ വിരലില്ലാതെ ഇവരെ കുടുംബക്കാരെ വിരലൊക്കെ പിന്നെ കൊണ്ടുവരേണ്ടി വരും. 10 വിരലല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, ഈ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കടമില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ സാധാരണയായിട്ട് ആവർത്തിച്ച് ഇതേ കുറ്റം ചെയ്യുന്നവർക്കാണ് അവിടെ ഈ ശിക്ഷയൊക്കെ നൽകുന്നത്. വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ വെസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിലുള്ള ഉർമിയ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ വിരൽ പോകുന്നത് കോൺഗ്രസിലായിരിക്കും. അഴിമതി ഏറ്റവും കൂടുതൽ വിരൽ നഷ്ടപ്പെടുന്ന ആൾക്കാർ അത് ഇങ്ങനെ ആയിരിക്കും കോൺഗ്രസ്സുകാരൊക്കെ നടക്കുന്നത്. ഓക്കെ, എന്നാലും തേഞ്ഞു മാഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയെ പറ്റി ഇങ്ങനെ കോൺഗ്രസിന്റെ കൈപ്പത്തിയല്ലേ ചിഹ്നം, അത് മാറ്റി ഇങ്ങനെ. അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ ഇറാനിലുള്ള വെസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിലെ ഉർമിയ ജയിലിലാണ് ഈ ഒരു സംഭവം അരങ്ങേറിയത്. വ്യാഴാഴ്ച പുലർച്ചയോടുകൂടിയാണ് വിരലുകളൊക്കെ വെട്ടിമാറ്റിയത്. ഇറാന്റെ ജുഡീഷ്യറി വെബ്സൈറ്റ് പ്രൊഫഷണൽ കള്ളന്മാർ എന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു ഇവരെ. ഈ പുരുഷന്മാരെ 2017 ഓഗസ്റ്റിനും 2019 നവംബറിനും ഇടയിൽ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് വിചാരണയിൽ കുറ്റക്കാരായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. അവിടെയൊക്കെ വിചാരണ നടത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെ ശരീഅത്ത് പ്രകാരമാണെങ്കിൽ ഒരാൾ കണ്ടുപിടിച്ചാൽ അത് ശരി എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ കോടതി അവരുടെ വലത് കൈകളിലെ 4 വിരലുകൾ പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റാനാണ്. ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. 4 വിരൽ വെച്ചിട്ടാണ് മോഷ്ടിക്കുന്നത്, ബാക്കി 6 എണ്ണം എന്തിനായിരിക്കും? അല്ല, മോഷ്ടിക്കാൻ വിരൽ തന്നെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. വിരൽ കൈവച്ചെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇതാണ് ഇവരുടെ ചിന്ത എത്രമാത്രം പ്രാചീനമാണെന്നുള്ളത്. കാരണം ഇപ്പൊ ഈ മോഷ്ടിക്കാൻ 4 വിരലുകൊണ്ട് അല്ലാതെ പറ്റില്ലേ? കൈ ഇല്ലാത്ത ആൾക്ക് മോഷ്ടിക്കാൻ പറ്റില്ലേ? ഇപ്പൊ നമ്മൾ ഈ ഗോവിന്ദചാമിയുടെ കാര്യം പറയുന്ന പോലെ പലരും ആയുധം തന്നെ കൈയാണ്, പോയ കൈയാണ്. പോയ കൈ. ഗോവിന്ദചാമി പറഞ്ഞാൽ ഇതേ ഈ കൈ വെച്ചിട്ട് പീഡിപ്പിക്കും, ആരും ചോദിച്ചിരുന്നു, ഇത് ചുമ്മാ ഫാബ്രിക്കേറ്റഡ് ആയിരിക്കും. പിന്നീട് പറഞ്ഞു ഈ കൈ വെച്ച് അങ്ങനെ ഒറ്റയ്ക്ക് ചാടുക, പോലീസ് പറയുന്നത് ഒറ്റയ്ക്കാണ് ചാടിയത്, പിന്നെ മറ്റേ കൈ. അതായത് ഗോവിന്ദചാമി ചെയ്യുന്നത് ഈ കൈപ്പത്തി ഇല്ലാത്ത കൈയില്, അതാണ് അയാളുടെ ആയുധം. അയാള് ജനനേന്ദ്രിയത്തിലേക്ക് ഈ കൈ കൊണ്ട് ഇടിച്ചു കയറ്റുകയാണ് ചെയ്യുക എന്ന് പറയുന്നത്. അതോടുകൂടി തന്നെ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു പെയിൻ എന്ന് ഊഹിക്കാനാണ്. പിന്നീട് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പൊ അയാളുടെ ആയുധം ആ കൈയാണ് എന്നുള്ളതാണ്. അപ്പൊ ആ കൈ ആയുധമാക്കുന്ന, അതെ, ഈ വിരൽ വെട്ടി മാറ്റുന്ന ലോജിക്കാണ് ഇതൊക്കെ. ഏത് നൂറ്റാണ്ടിലെ ലോജിക്കാണ്. പക്ഷെ ശരീഅത്ത് ആയതുകൊണ്ട് നമ്മൾ ഇപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ശരീഅത്ത് നിയമപ്രകാരം ചെയ്യുന്നതെല്ലാം
ശരിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇനി ഉദ്ദേശിക്കുന്ന ഇതാണ്, അതായത് ഇനി മോഷ്ടിച്ചാൽ ബാക്കി വിരലും പോവും എന്നുള്ളത്. അതിൽ കാര്യമൊന്നുമില്ലല്ലോ. അതിന് എന്തെല്ലാം ഇനിയിപ്പോൾ അവിടെ ഇത്രമാത്രം പ്രാചീനമായ രീതിയിൽ ചിന്തിക്കുന്ന കള്ളന്മാരാണോ ഉള്ളത് എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ ഇവിടെയൊക്കെ എന്തായാലും ഹൈടെക് കള്ളന്മാരാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ 4 വിരൽ മുറിച്ചാൽ ബാക്കി 6 വിരൽ ഇനി ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും ഇനി ഈ വിരലുകൾ പോവാതിരിക്കാൻ എങ്ങനെ മോഷ്ടിക്കണമെന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. ആ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ ഇതിലൂടെ ചെയ്തിട്ടുള്ളത്. ഈ മോഷണ വസ്തുക്കൾ തിരികെ നൽകുന്ന കാര്യത്തിൽ ഇവർ സഹകരിച്ചില്ല എന്നുള്ളതാണ് ശിക്ഷയുടെ തോത് വർദ്ധിക്കാൻ ഇടയാക്കിയത് എന്നാണ് പറയുന്നത്. മോഷണ വസ്തുവൊക്കെ അവർ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ടാവും. മോഷ്ടിച്ചതിൽ അധികവും സ്വർണ്ണാഭരണങ്ങളായിരുന്നു. എന്നാൽ മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള ആംനസ്റ്റിയുടെ മിഡിൽ ഈസ്റ്റ് വടക്കേ ആഫ്രിക്ക ഡെപ്യൂട്ടി ഡയറക്ടർ സാറ ഹാഷാസ് പറയുന്നത് ഇവരെ ക്രൂരമായി മർദ്ദിച്ചാണ് കുറ്റം സമ്മതിപ്പിച്ചത് എന്നുള്ളതാണ്. ഇവരുടെ വിചാരണ നീതിപൂർവമായിട്ടല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതികളാണ് ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയൊന്നുമില്ല, നാണം കെട്ട സ്ഥിതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ആ കാർന്നോർ ഇതൊന്നും കാണുന്നില്ലേ? കാർന്നോർക്ക് ഇതൊക്കെ മാറ്റണമെന്ന് തോന്നുന്നില്ലേ എന്ന് ആയത്തുള്ള കൊമേനി. അത് അദ്ദേഹമാണ് ഇതിന്റെ ആള്. ശരി, അവരല്ലേ ഈ ശരീഅത്ത് നിയമത്തിന്റെ ആൾക്കാര്. പുള്ളിയുടെ തലയ്ക്ക് ഈ സമയമായിട്ടും സൂര്യൻ ഉദിച്ചിട്ടില്ല. ഇതാണ് പുള്ളിയുടെ 89 വന്ന ഈ ഭരണകൂടമാണ് അദ്ദേഹത്തിന്റെ സ്വപ്നമായിട്ടുള്ള ഭരണകൂടം. നന്നായിരിക്കട്ടെ. ഇല്ല, ഇതിലൊരു കാര്യമുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ഈ പരിഷ്കൃത രാജ്യങ്ങളൊക്കെ നിർത്തുന്നത്, വധശിക്ഷ നിർത്തുന്നതിന്റെ കാരണം നിയമം കോടതി ആയിക്കോട്ടെ, നീതി സംവിധാനങ്ങളൊക്കെ മനുഷ്യനാണ്. ഇതിന് മനുഷ്യന് തെറ്റ് പറ്റാം. കാരണം വർഷങ്ങൾക്ക് ശേഷം തൂക്കി കൊന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം നിരപരാധിയാണെന്ന് തിരിച്ചറിഞ്ഞവരുണ്ട്. നമുക്ക് ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. 36 വർഷത്തോളം വ്യാജ പീഡന ആരോപണങ്ങളും കഴിഞ്ഞ് 36 വർഷത്തോളം ജയിലിൽ കിടന്ന അമേരിക്കൻ പൗരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അദ്ദേഹത്തിന് നഷ്ടപരിഹാരമായിട്ട് കുറേ പൈസ കൊടുക്കാം. പക്ഷെ അതൊന്നും 36 വർഷങ്ങൾ. അപ്പം അതുണ്ട്. അപ്പം ഈ പറയുന്ന ഈ എന്താ പറയുക, ഈ മോഷണ ശ്രമത്തിൽ അയാൾ മോഷ്ടിച്ചിട്ടില്ല എന്ന് പിന്നീട് തെളിയുകയാണെന്നുണ്ടെങ്കിൽ ഈ വിരലുകൾ ഇവർക്ക് നൽകാൻ പറ്റും. അതിനും കൂടെ ഇവരുടെ ശരീരത്തിന് മാർഗം ഉണ്ടോ? ശരീരത്തിൽ എഴുതിയിട്ടുണ്ടോ? അതായത് ശിക്ഷിച്ച വ്യക്തി നിരപരാധിയാണെന്ന് പിന്നീട് അറിഞ്ഞാൽ എന്ത് കൊടുക്കും? എന്ത് കൊടുത്താൽ അതിന് സമമാവും? ഒരു 3 വിരലില്ലാതെ ജീവിക്കേണ്ട, അല്ലെങ്കിൽ ഒരു കൈ ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന എൻ്റെ ബുദ്ധിമുട്ട് എത്ര പൈസ കൊടുത്താൽ മാറും? അതൊരു ചോദ്യമാണ്. പക്ഷെ അവർക്ക് ഈ പറയുന്ന പോലെ ബുദ്ധി ഉദിക്കാത്തതാണ്, സൂര്യൻ ഉദിക്കാത്തത് കൊണ്ട് ശിക്ഷിച്ചവർ പിന്നെ നിരപരാധികളെ ആണെങ്കിലും അല്ല. അതാണ് ആംനസ്റ്റിയുടെ ആ ഒരു ഉദ്യോഗസ്ഥൻ പോലും പറയുന്നത്. അത് കുറ്റം മർദ്ദിച്ച് സമ്മതിപ്പിച്ചതാണ് എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥൻ പറയുന്ന ഒരു കാര്യം. അപ്പൊ അത് അവിടെ തന്നെ പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ മറുത്ത് പറയാനുള്ള ഒരു വഴി അവിടെ ഇല്ല. ഒരു പക്ഷെ ഇവരെ കൊണ്ട് ഇത്തരത്തിൽ സമ്മതിപ്പിച്ചത് തന്നെ ആകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുക കൂടി ചെയ്യണം. ഒരു ആംനസ്റ്റിയുടെ ഉദ്യോഗസ്ഥനൊക്കെ വെറുതെ വന്നിട്ട് പറയുമോ എന്നുള്ളതാണ്. അതും മോഷണക്കുറ്റമാണ്. അങ്ങനെ മോഷണക്കുറ്റത്തിനൊക്കെ കൈവെട്ടാനും വിരൽ വെട്ടാനും പോയിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതല്ലേ. എല്ലാ നാടുകളിലും എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ ഒന്നും വിരൽ വെട്ടുകയല്ല നടപ്പാക്കുന്നത്. ഒരു പ്രസിഡന്റ് ഉണ്ട്, മസൂദ് പെഷഷ്കിയാൻ. അങ്ങേര് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് തന്നെ അറിയില്ല. കഴിഞ്ഞിടക്കാണ് ബങ്കറിൽ ഖമേനി പോയി ഒളിച്ച സമയത്താണ് പ്രസിഡന്റിന്റെ തല ഈ മാളത്തിന് പുറത്തോട്ട് ഇങ്ങനെ വന്നിട്ട് കാണുന്നത് തന്നെ. അതിനുശേഷം തിരിച്ചു വന്നതോടുകൂടി ഇങ്ങനെ കാണാനുമില്ല. അതായത് ഒരു പാവയാണ് അങ്ങേര് എന്നുള്ളതാണ്. ഈ മതഭരണകൂടം തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അവിടെ മറ്റൊരു എന്താ പറയുക, ഒരു ഉന്നമനം കൊണ്ടുവരാനോ ഒരു മാറ്റം കൊണ്ടുവരാനോ ഒന്നും അവിടുത്തെ പ്രസിഡന്റിനെ കൊണ്ട് കഴിയില്ല. അത് വെറുതെ പറഞ്ഞു വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ട് പോലും ഇത്തരത്തിലുള്ള ക്രൂരമായ ശിക്ഷാവിധി നടപ്പിലാക്കിയത് ശരിയല്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ആംനസ്റ്റിയുടെ ഉദ്യോഗസ്ഥനൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ഭീകരമായിട്ടുള്ള ശിക്ഷ ലഭിച്ചതിന് ശേഷവും തങ്ങൾ അനുഭവിച്ച മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികളിൽ പ്രതിഷേധിച്ച് മൂവരും ജയിലിൽ ഒന്നിലധികം തവണ നിരാഹാര സമരം കിടന്നു. എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം മനുഷ്യനെ തിരിച്ചറിയാനോ മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കാനോ അത് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പൂർണ്ണമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയോ ചെയ്യാൻ കഴിയാത്ത ഒരു മതഭരണകൂടത്തിൻ്റെ മുമ്പിൽ അവർ പട്ടിണി കിടന്ന് ചത്താൽ അത്രയും നല്ലത് എന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ. അവിടെ അവർ ആ ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ 21ാം നൂറ്റാണ്ടിലുമാണ് വിരൽ മുറിച്ചു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ശിക്ഷകൾ ഇറാനിൽ നടപ്പിലാക്കുന്നത്. ഇത്
ഇതിനെതിരെ പരാതിയൊക്കെ ഉയരുന്നുണ്ട്. പക്ഷെ ആരാണ് പരാതിയുമായിട്ട് മുന്നോട്ട് പോവുക? ഇത് മാറ്റണമെന്ന്, ഇറാനിലൊരു മാറ്റം വരണമെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും ചെല്ലാൻ പറ്റുമോ? ആർക്കും ചെല്ലാൻ പറ്റാത്ത ഒരിടം കൂടിയാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിൽ ശരീഅത്ത് അടിസ്ഥാനമാക്കിയുള്ള ശിക്ഷാ നിയമമാണ് നിലവിൽ വന്നത്. ചില കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയായിട്ട് അവയവച്ഛേദം നടത്താനായിട്ട് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള അബ്ദുറഹ്മാൻ ബോറൗണ്ട് സെന്ററിന്റെ കണക്കനുസരിച്ച് 2000 ജനുവരി മുതൽ ഇറാൻ അധികൃതർ കുറഞ്ഞത് 131 പുരുഷന്മാരുടെ വിരലുകളാണ് മുറിച്ചു മാറ്റിയത് അത്രേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2000 മുതൽ 131 പുരുഷന്മാരുടെ വിരലുകൾ മുറിച്ചു മാറ്റി അതിട്ടിട്ട് നടക്കുകയും ചെയ്യും. സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. അവർക്ക് ഒന്നും പറയാനേ കഴിയാത്ത ഒരു അവസ്ഥയാണ് അവിടെയുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള ശിക്ഷാരീതികളൊക്കെ നടത്തുന്ന ഒരു നിയമമാണ്. ആ നിയമത്തിനാണ് നമ്മുടെ ഇവിടെ കിടന്ന് ഇവിടെയും അതാണ് ഞങ്ങൾ അതേ പാലിക്കൂ, ശരീഅത്തെ പാലിക്കൂ, ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയുന്നവർ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്നുകൂടെ ആലോചിച്ചാൽ നല്ലതാണ് എന്നാണ് തോന്നുന്നത്. പറയുന്നവർ തന്നെ ആദ്യം അവരെ വിരൽ തന്നെ പോകില്ലെന്ന് ഇവർക്ക് ഉറപ്പുണ്ടോ? അത് പറയാൻ പറ്റില്ല.